തിരുവല്ല ഇന്നത്തെ ചടങ്ങിന്റെ അധ്യക്ഷൻ സർവകലാശാല യൂണിയൻ ചെയർപേഴ്സൺ അഭിനവനും സ്വാഗതം അർപ്പിച്ച സർവകലാശാല യൂണിയൻ എക്സിക്യൂട്ടീവ് അംഗം ലേയ ജോണി, അതുപോലെ തന്നെ വേദിയിലും സദസ്സിന്റെ വിശിഷ്ട വ്യക്തികൾ ശ്രീ സുമിത് താക്കൂർ IAS തിരുവല്ല സബ് കളക്ടർ, മറ്റ് എല്ലാ വിശിഷ്ടതയിലും എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ട് ക്ഷമാപണം പറയുകയാണ്. ഞാനൊരു പ്രോഗ്രാമിൽ പോയിട്ട് ഒത്തിരി ഡിലേ ആയി. 11 മണിക്ക് എത്തണമെന്ന് വിചാരിച്ചു, പക്ഷേ ഒത്തിരി താമസിച്ചു പോയി. അവിടെ കംപ്ലീറ്റ് ആയപ്പോൾ അതുകൊണ്ടാണ്. ഈ സർവകലാശാലയുടെ ഒരു യൂണിയൻ കലോത്സവമാണ് നടക്കുന്നത്. നമ്മുടെ പത്തനംതിട്ടയിൽ ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കോളേജിൽ പഠിക്കുന്ന സമയത്ത് പങ്കെടുത്തില്ലെങ്കിലും ഇതിനെല്ലാം കലോത്സവത്തിൽ പങ്കെടുത്തിട്ട് പോയി കാണിയായിട്ടിരുന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ ഒരു ഉത്സവത്തിന്റെ ഒരു പ്രതീതിയോടുകൂടിയാണ് പലപ്പോഴും കലോത്സവങ്ങൾ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അതിപ്പം പലപ്പോഴും ഈ കലോത്സവങ്ങളൊക്കെ നീണ്ടുപോകുന്നത് ഇപ്പോൾ സ്കൂൾ കലോത്സവമൊക്കെ ആണെങ്കിൽ വൈകുന്നേരത്തോടെ അവസാനിച്ചാലും ഈ ഒരു കലോത്സവം കോളേജിന്റെ ആകുമ്പോൾ പാതിരാത്രി വരെയൊക്കെ പോയാലും ചിലപ്പോൾ വെളുപ്പിനെയും ഒക്കെ ഇങ്ങനെ പോകുന്നത് കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെ പോയി നിന്ന് കണ്ടിട്ടുള്ളൊരു അനുഭവമുണ്ട്. അപ്പോൾ നമുക്ക് ഒരു സംഘാടക സമിതിയുടെ ഭാഗമാകാൻ കഴിഞ്ഞ് നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റിയ വലിയൊരു അവസരമാണ്. 91 ഇനങ്ങളിലാണ് മത്സരം നടക്കുന്നത് പറഞ്ഞു. ധാരാളം കുട്ടികൾ വന്ന് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്, നമുക്ക് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും ഈ ഒരു കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് ആദ്യമായിട്ട് ഈ ഒരു വാഗ്ദാനമാണ് ഈ സമയത്ത് പറയാനുള്ളത്. അത് വേണമെങ്കിൽ നമുക്ക് അവിടെ ഒരു മീറ്റിംഗ് കളക്ടറേറ്റിൽ വിളിച്ചിട്ട് എന്തൊക്കെ അറേഞ്ച്മെന്റ്സ് വേണം, പോലീസിന്റെ അറേഞ്ച്മെന്റ്സ് എന്തൊക്കെ വേണം, മെഡിക്കൽ അറേഞ്ച്മെന്റ്സ് എന്തൊക്കെ വേണം, അതേപോലെ തന്നെ ബാക്കി അഡീഷണൽ ആയിട്ടുള്ള ഫയർഫോഴ്സ് അതുപോലുള്ള അറേഞ്ച്മെന്റ്സ് എന്തൊക്കെ വേണ്ടതെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള അറേഞ്ച്മെന്റ്സ് നമുക്ക് ചെയ്തു തരാം. ബാക്കി കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഈ ഒരു സംഘാടക സമിതിയിൽ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഭാഗത്തുണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നുകൂടെ പറയുന്നു, ബാക്കി എല്ലാവിധ സപ്പോർട്ടുകളും ഈ മുന്നോട്ട് ഉണ്ടാകുമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ ഒരു ചടങ്ങിൽ പ്രഖ്യാപിച്ചു നിർത്തുന്നു.